പറഞ്ഞില്ല ഞാൻ. തിരുവനന്തപുരം ഹെൽത്ത് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തെ ആ ഔദ്യോഗിക മുറിയിൽ ഈ വാക്കുകൾ ഉയർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം ശ്വാസമടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു. വകുപ്പ് തല തീരുമാനങ്ങളും നിയമപരമായ ഉത്തരവുകളും തമ്മിൽ നേർക്കുനേർ വന്നപ്പോൾ ഉണ്ടായ കടുത്ത ഭരണപരമായ പ്രതിസന്ധിയുടെ നിമിഷങ്ങളായിരുന്നു ആ ഓഫീസ് മുറി പിന്നീട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നത്. ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് എന്ന തസ്തികയെ ചൊല്ലി ഡോക്ടർ KJ റീനയും ഡോക്ടർ V മീനാക്ഷിയും തമ്മിൽ ഉണ്ടായ ആ നിമിഷങ്ങൾ കേരള ആരോഗ്യ വകുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സസ്പെൻസ് രംഗങ്ങളായി മാറി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പുതിയ ഉത്തരവുമായി ചാർജ് എടുക്കാൻ എത്തിയ ഡോക്ടർ റീനയ്ക്ക് മുന്നിൽ നിലവിലെ ഔദ്യോഗിക ഉത്തരവുകൾ പ്രകാരം ചാർജ് വഹിക്കുന്ന ഡോക്ടർ മീനാക്ഷി ഔദ്യോഗിക നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ച് കസേരയിൽ തുടരുവാൻ തീരുമാനിച്ചതോടെയാണ് നാടകീയ രംഗങ്ങൾക്ക് തുടക്കമായത്. സർക്കാർ തലത്തിൽ നിന്നും കൃത്യമായ നിർദ്ദേശം ലഭിക്കാതെ തനിക്ക് സ്ഥാനമൊഴിയാൻ കഴിയില്ല എന്ന നിലപാടിലായിരുന്നു മീനാക്ഷി. എന്നാൽ പെട്ടെന്ന് ഈ വാർത്ത പുറം ലോകം അറിയുകയായിരുന്നു. ചാനൽ ക്യാമറകൾ ഹെൽത്ത് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് പാഞ്ഞെത്തി. ഒഫീഷ്യൽ നടപടികളിലെ തടസ്സങ്ങൾ പരസ്യമാകാതിരിക്കാൻ അധികൃതർ ഉടൻ തന്നെ ഇടപെടുകയും മാധ്യമപ്രവർത്തകരെ നിയന്ത്രിക്കുകയും ക്യാമറകൾക്ക് പൂട്ടിടുകയും ചെയ്തു. പുറത്ത് വലിയ മാധ്യമ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അകത്തിരിക്കാൻ കസേരയില്ലെങ്കിലും ഡോക്ടർ റീന ഒട്ടും മടിച്ചു നിന്നില്ല. തൊട്ടടുത്ത ടേബിളിൽ ഫയലുകൾ വെച്ച് താൻ ചുമതലയേറ്റതായിട്ട് അവർ ഒപ്പുവെച്ചു. ഒരേ മുറിയിൽ ഒരേ സമയം 2 ഉദ്യോഗസ്ഥർ ഒരേ തസ്തികയ്ക്കായി ഒപ്പിടുന്ന അത്യപൂർവ കാഴ്ചയായിരുന്നു അത്. ഒടുവിൽ വകുപ്പ് തലത്തിൽ ഈ വിവരം എത്തിയപ്പോൾ ആരോഗ്യമന്ത്രി K മുരളീധരൻ അടക്കമുള്ളവരും ഭരണ നേതൃത്വം ശരിക്കും അമ്പരന്നു പോയി. പുതിയ നിയമന നടപടികളെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചും ഉള്ള ആലോചനകളായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ. അകത്ത് ഈ ഔദ്യോഗിക തർക്കം മണിക്കൂറുകൾ നീണ്ടുപോയി. ഒടുവിൽ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ പോലീസ് മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ഇടപെടേണ്ടി വന്ന കാഴ്ചയും കണ്ടു. ട്രൈബ്യൂണൽ ഉത്തരവ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ലംഘിക്കുന്നത് വലിയ നിയമക്കുരുക്കുകൾക്ക് കാരണമാകും എന്ന നിയമോപദേശം ഉയർന്നതോടെയാണ് രംഗം ശാന്തമായത്. പോലീസും ഉദ്യോഗസ്ഥരും കാര്യങ്ങൾ വിശദീകരിച്ചതോടെ ഡോക്ടർ മീനാക്ഷി ഒടുവിൽ കസേര ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാവുകയായിരുന്നു. ഭരണപരമായ ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ ആ കസേര കളിക്ക് താൽക്കാലിക ശമനമായെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ഈ അസാധാരണ സംഭവം വരും ദിവസങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന് ഉറപ്പാണ്. മാത്രമല്ല, ആരോഗ്യമന്ത്രി K മുരളീധരൻ റീനയുടെ കാര്യത്തിൽ ഇനിയും കോടതികൾ ഉണ്ടല്ലോ, അത് അവസാനത്തേത് അല്ലല്ലോ എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. നിയമപോരാട്ടം വിജയിച്ചു തോന്നുന്നുണ്ടോ? പ്ലീസ്, ഞാൻ പിന്നീട് സംസാരിക്കാം. എനിക്ക് അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. നീതി ലഭിച്ചു തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മേൽക്കോടതിയിൽ പോകുന്ന പറയുന്നത്